നമസ്കാരം, സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓർമ്മ ചിത്രം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അതിന്റെ ഹീറോ ആൻഡ് ഹീറോയിൻ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റ്. സോ ആദ്യം തന്നെ നമുക്ക് സിനിമയുടെ ഹീറോ ആയിട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്നത് മറ്റാരുമല്ല, ഹരികൃഷ്ണൻ. ഹരിച്ചേട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. അപ്പം ഓർമ്മ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. എന്താണ് ഓർമ്മ ചിത്രം? ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി ഒരു പൊളിറ്റിക്കൽ സറ്റയർ, ഒരു ചർച്ച ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിൽ ഒരു ബ്രാഹ്മൺ ക്യാരക്ടറാണ്. അവൻ്റെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് കോളേജ് കാലഘട്ടവും പ്രണയവും പിന്നെ ഫ്യൂച്ചറിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. കൂടുതൽ പറയാൻ പറ്റൂല. ഇപ്പം ഇതിന്റെ പോസ്റ്റർ നമ്മൾ കണ്ടു ആൻഡ് പേര് കാണുന്നു. അപ്പം ഇത് കാണുമ്പോൾ ഒരു ലവ് സ്റ്റോറി ആണെന്നാണ് എനിക്ക് ഫസ്റ്റ് ലുക്കിൽ ആസ് എൻ ഓഡിയൻസ് തോന്നിയത്. ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് പറയുമ്പം പൊളിറ്റിക്കൽ സെറ്റയർ ആണെന്ന് കൂടെ പറയുന്നത്. അപ്പോൾ ഓൾ ടുഗെദർ ഒരു മിക്സ് ആണോ? മിക്സ് ആണ്. കാരണം ലവും ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ഒക്കെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരണതേ ഉള്ളൂ. ഒരു മിക്സഡ് പരിപാടിയാണ്. 14 years ആയി മലർവാടി ഇറങ്ങിയിട്ട്. ശരിയാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട ഇത് കുറേ പേര് ഞാൻ ചേട്ടൻ മലർവാടി ഇറങ്ങും. ഞാൻ മറ്റേ 8ാം ക്ലാസ്സിലായിരുന്നു, 7ാം ക്ലാസ്സിൽ. മറ്റേ ചാക്കോച്ചൻ പറഞ്ഞ പോലെ നിറം ഇറങ്ങുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുക. ഇപ്പം ചേട്ടൻ്റെ അടുത്ത് സത്യം പറഞ്ഞ് ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഹീസ് എ വെരി കാം പേഴ്സൺ. ചേട്ടൻ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ഒരു ട്രാവലർ, മറ്റേ ബീസ്റ്റ് മോഡ് ഓൺ, ആ ഒരു സംഭവമാണ് നോക്കുന്നത്. ആൻഡ് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ചോക്ലേറ്റ്സ് ഹീറോ, ആ ഒരു സംഭവമാണ്. സോ വാട്ട് ഈസ് എക്സാക്ട്ലി യു? അത് തന്നെയാണ് ആ ട്രാവലിംഗ്. ഒരു നേരത്തെ പറഞ്ഞ ബീസ്റ്റ് മോഡ് ആണോ? അതാണ് കൂടുതൽ താല്പര്യം. പറഞ്ഞ ട്രാവൽ ചെയ്യുക, ബീങ് ഫിറ്റ്, അതൊക്കെ തന്നെ. Could you tell us about a trip which you can never forget? ഇപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ഒരു നോർത്ത് ഈസ്റ്റ് പോയിരുന്നു, ഒരു 1 year 2 year മുമ്പ്. നമ്മൾ ഹിമാചൽ ചൈന ബോർഡർ വരെ പോയി, ബൂംല പാസ്. അതാണ് ഇപ്പം മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ്. സോ ചേട്ടന് എങ്ങനെ പോകാൻ ഇഷ്ടം? അതായത് സോളോ ട്രിപ്പാണോ അതോ ഇനി വൈഫിനെ കൂട്ടി യാത്ര പോകാനാണോ? വിച്ച് വൺ ഇസ് യുവർ ഫേവറേറ്റ്? രണ്ടിനും രണ്ട് മൂഡാണ്, രണ്ടും രസമാണ്. ഫാമിലി ട്രിപ്പ് രസമാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ രസമാണ്. സോളോയും വേറൊരു വൈബാണ്. എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ളൊരു മൂഡുണ്ട്, എല്ലാം എൻജോയ് ചെയ്യുക. നിങ്ങൾ മലർവാടിയിൽ ചെയ്ത ആ ഒരു ഫുൾ ഗ്യാങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് നിവിൻ പോളിയാണ്, നിവിൻ ചേട്ടനാണ്. ഒപ്പം തന്നെ ഉണ്ട് നമ്മുടെ കോമഡി റോളായാലും എല്ലാവർക്കും അടിപൊളി ക്യാരക്ടർ റോളൊക്കെ ചെയ്തിട്ട് അജു ചേട്ടനും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. സോ അപ്പം യുനോ ഫ്രണ്ട് ഒരു ഉയരത്തിലേക്ക് പോവാണ്, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി നമ്മൾ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം. അപ്പം അവിടെ നിന്നൊരു മോട്ടിവേഷനൊക്കെ നിങ്ങൾ എടുത്തിട്ട് ഓക്കെ ഞങ്ങളും ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് അന്നേ എങ്ങനെയായിരുന്നു മൈൻഡ് സെറ്റൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടില്ല? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അന്നത്തെ കാലത്തെ ആട്ടോ ഞാൻ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് കൂടുതൽ, അന്നും ഇന്നും കൂടുതൽ ചിന്തിച്ചിട്ടില്ല. കാരണം അതായത് സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയിൽ വരാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം അന്ന് കുറച്ചുകൂടി പാടായിരുന്നു. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവായി തുടങ്ങണേ ഉള്ളൂ. അന്ന് കുറച്ച് പാടായിരുന്നു. ഇപ്പോൾ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഭയങ്കര ഈസിയാന്ന് തോന്നുന്നു സിനിമയിൽ വരാൻ. പക്ഷെ അതിൽ പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. അത് കുറച്ച് പാടുള്ള പരിപാടിയാണ്, അതിന് പണിയെടുത്തേ പറ്റുള്ളൂ. അപ്പം അന്ന് നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ തുടങ്ങി. ആൻഡ് ലേറ്റർ ഓൺ ഇപ്പം ഇത്ര വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളി ഈസ് എ സ്റ്റാർ. ഇപ്പം അജുചേട്ടനും ഉണ്ട് ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തിട്ട്. ബട്ട് സ്റ്റിൽ വാട്ട് ഡു യു തിങ്ക് ചേട്ടാ? അതായത് ഇപ്പോൾ ചേട്ടനോട് ചോദിക്കാൻ കാര്യം, ചേട്ടനാണ് ആ ഒരു ഗ്രോത്ത് അത്രയും അടുത്ത് നിന്ന് കണ്ട ഒരാൾ. സോ വാട്ട് മെയ്ഡ് നിവിൻ പോളി എ സ്റ്റാർ? ആ ഒരു ഫാക്ടർ എന്തായിരുന്നു? പെട്ടെന്ന് ഒരു ഫാക്ടർ അങ്ങനെ പെട്ടെന്ന് എടുത്ത് പറയാൻ എനിക്ക് ആക്ടിങ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ്റെ ഒരു സ്റ്റൈലുണ്ട്, ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ്. അത് അടുത്ത വീട്ടിലെ പയ്യെന്ന് പറഞ്ഞൊരു ഇമേജ് കാര്യങ്ങളുണ്ടല്ലോ, അത് തന്നെ ആയിരിക്കും. ആ ഒരു റൊമാൻസും കോമിക്കും എല്ലാം കൂടെ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പം നിങ്ങളൊക്കെ ഒരുമിച്ച് അന്ന് വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഹി വിൽ ഗോ ഹൈറ്റ്സ് എന്ന് വിനീതേട്ടൻ പറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, വിനീതേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു. ആരൊക്കെ ഒരു അജിച്ചേട്ടൻ ഇനി അങ്ങോട്ട് ആ സിനിമയിലെ ഫുൾ ഓൺ കോമഡി ആണ് മൂപ്പര്. ആ ഒരു ട്രാക്ക് ആണ് ഇനി ഇവന് പോവാന്നുള്ളത് അന്നേ നിങ്ങൾ എഴുതി വെച്ചിരുന്ന സംഭവമായിരുന്നു. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അജുവിനെയാണ് ഏറ്റവും ഒരു ഇത് പെട്ടെന്നുള്ളൊരു പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ മാത്രല്ല എല്ലാവരും.
അത് ക്ലിക്കാവുന്ന ഉറപ്പായിരുന്നു. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്ന ക്യാരക്ടർ കുട്ടു എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. ചേട്ടാ ശരിക്കും അപ്പം കോമഡി റോൾ ചെയ്യാനാണോ ചേട്ടന് ഇഷ്ടം, അത് ഇതേപോലെയുള്ള ഇത്തിരി സീരിയസ് ആയിട്ടുള്ള റോൾസ് ചെയ്യാനാണോ? ലൈക്ക് ഒരു ആക്ടർ ആയതുകൊണ്ട് ആ ഒരു ട്രാൻസിഷൻ എളുപ്പമായിരിക്കും, ബട്ട് സ്റ്റിൽ എല്ലാം ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു ടാസ്ക് ആണല്ലോ. കൂടുതൽ എളുപ്പം എനിക്ക് തോന്നുന്നു കോമഡി ട്രാക്ക് പരിപാടികളാണെന്ന് തോന്നുന്നു. എളുപ്പമാണോ? ഒരാളെ ചിരിപ്പിക്കാനാണ് ഏറ്റവും പാടുന്നത്. അങ്ങനല്ല, ഞാൻ പറഞ്ഞ കുറച്ച് ലൗഡായിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആണെന്ന് തോന്നുന്നു. സട്ടിൽ പരിപാടികളാണ് ഇച്ചിരി പാട് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ കോമഡി വർക്ക്ഔട്ട് ചെയ്യാനാണ് ഹരിച്ചേട്ടൻ ഏറ്റവും എളുപ്പം അന്ന് തോന്നുന്നു. മേ ബി അതായിരിക്കും ആടിലെ കഥാപാത്രം ഇത്ര ക്ലിക്ക് ആവാനായിട്ടുള്ള ഒരു കാര്യം. അത് ആക്ച്വലി ആടെന്ന് പറഞ്ഞ നമുക്കൊരു സ്പേസ് മിഥുൻ ഇങ്ങനെ തുറന്നിട്ട് തന്നേക്കോ, ഇഷ്ടമുള്ള എന്തും കാണിക്കാം ഒരു സ്പേസ്. മീൻസ് അങ്ങനല്ല, ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും ഫോളോ ചെയ്യണം, എന്നാലും കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടായിരുന്നു. നമുക്കും അങ്ങോട്ട് പറയാം എന്തും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ സജഷൻസ് കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. പിന്നെ ഒരു വര വരച്ചിട്ട് അതിലേ കൂടി നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. ആണല്ലേ? അത് മലർവാടിയും ചെയ്തപ്പോ അങ്ങനെ ആയിരുന്നോ? നീട്ടൻ സ്ക്രിപ്റ്റ് കറക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ കുറച്ച് സീരിയസ് ക്യാരക്ടറാണല്ലോ, അത് ഇച്ചിരി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പാടായിരുന്നു. പിന്നെ ആദ്യത്തെ പടമാണല്ലോ, പഠിച്ചു വരണതേ ഉള്ളൂ. വിനീത് ശ്രീനിവാസൻ ആക്ടിംഗ് സ്കൂളിൽ നിന്ന് വന്ന ആളാണ്. വിനീത് സ്കൂൾ ഓഫ് മീഡിയ. ഓ അങ്ങനെയാണല്ലോ നിങ്ങൾ ഞങ്ങളെല്ലാവരും ഒരു ആദ്യത്തെ മറ്റേ ഇപ്പോഴും അങ്ങനെ തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ വിനീത് സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് സ്റ്റഡീസ്. അപ്പൊ നിങ്ങൾ എല്ലാരും ആ ഒരു ഇതെന്ന് ഇപ്പൊ ഇൻക്ലൂഡിങ് നിവിൻ പോളി വന്നത് ആ ഒരു ഇതെന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എനിവേ ഇപ്പൊ പല ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്തപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം മിഥുൻ ചേട്ടനെ ഇന്റർവ്യൂ എടുത്തപ്പോ മിഥുൻ ചേട്ടൻ പറയുന്ന ടർബോന് വേണ്ടിയിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോ മിഥുൻ ചേട്ടൻ പറയുന്നു, ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു ഡയറക്ടർ ആണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈവൻ ദോ ഹി വാസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഫോർ ദാറ്റ്. നമുക്കൊരു ഇത് തരും, നമ്മൾ പെർഫോം ചെയ്ത് എടാ അത് വേണ്ടോ പിടിച്ചു അങ്ങ് പറയില്ല. ഈ ആടിൽ എന്തെങ്കിലും സാധനമൊക്കെ നിങ്ങൾ കയ്യിൽ നിന്നിട്ടുണ്ടോ? പിന്നെ ആട് കംപ്ലീറ്റ് എല്ലാവരും കയ്യിൽ നിന്ന് വീണ സാധനങ്ങളാ. അതായത് ഈ പറഞ്ഞ പോലെ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്ഷൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഓപ്ഷനുകൾ വീഴും. അതിൽ നല്ലത് നോക്കി ബെസ്റ്റ് നോക്കി ചൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു ആടിൽ ഇത്രയും ഒരു ആട് 3 വരണുണ്ട്. അപ്പൊ അത് ഭയങ്കര വെയിറ്റിംഗ് ഉള്ളൊരു പടമാണ്. പിന്നെ നമ്മളെല്ലാരും ഭയങ്കര ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിജയ് ബാബു സാർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരു സിനിമയുടെ ആദ്യ ഭാഗം ഇറങ്ങി അത് അത്ര വിജയകരമാവാഞ്ഞിട്ട് അതിന് 2ാം ഭാഗവും 3ാം ഭാഗവും വരുന്നത് ആടിന് വേണ്ടി മാത്രമാണെന്ന്. ശരിക്കും ആട് ഫസ്റ്റ് തിയേറ്ററിൽ ഇറങ്ങി നമ്മൾ ഭയങ്കര പ്രതീക്ഷ, കാരണം അത്ര എൻജോയ് ചെയ്ത പടാ. എനിക്ക് തോന്നുന്നു എൻ്റെ ഫേവറേറ്റ് ആട് 2-നേക്കാളും ആട് ഫസ്റ്റാണ്. മൊത്തം ഒരു പൂണ്ട് വിളയാട്ടമായിരുന്നു അവിടെ കിടന്നത്, അർമ്മതായിരുന്നു. അപ്പം തിയേറ്ററിൽ നമ്മള് ചിരിച്ച സാധനങ്ങളൊന്നും ആളുകൾ അങ്ങനെ ചിരിക്കണില്ല തിയേറ്ററിൽ. എന്താ പറ്റിയ ഒന്നും മനസ്സിലാണില്ല. അത് കഴിഞ്ഞ് മൊത്തം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിച്ചു കയറി ഒട്ടിക്കാൻ തുടങ്ങി. എല്ലാം ഭയങ്കര ഡസ്പ് സീൻ. പക്ഷെ ആ സിനിമയ്ക്ക് ഒരു സത്യമുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു ടൊറന്റ് ഹിറ്റ് പരിപാടി. അതെപ്പോഴാ പിന്നീട് അങ്ങനെ ഭയങ്കര ഒരു ഹിറ്റായി മാറിയത്? പിന്നീട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം when was that moment? ടിവിയിൽ വന്ന ടിവിയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഫോണിലൊക്കെ എല്ലാം ഈ സാധനം സ്പ്രെഡായി. വീട്ടില് ഇപ്പോഴും ആളുകൾ പറയണേ ഞങ്ങള് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ചുമ്മാ ഇരുന്ന് കാണും. എനിക്ക് 10-100 പ്രാവശ്യമൊക്കെ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു. റിപ്പീറ്റ് അടിച്ച്. ശരിയാ, ഞാൻ തന്നെ ടിവിയിൽ വരുമ്പോ എപ്പോഴും ഇരുന്ന് കാണും. നിങ്ങൾ ഈ അർമാദത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ജയേട്ടന്റെ കോമഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ സ്പോട്ടിൽ ചിരിച്ച് പണ്ടാറക്കി പോയിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ പുള്ളി സ്പോട്ടിലിട്ടിട്ട് മറ്റേ ആട്ടും കാട്ടം ചവയ്ക്കണ സാധനമൊക്കെ ഉണ്ടല്ലോ, അത് ചിരിച്ചത് ഇപ്പൊ അവിടെ ഒന്ന് ചിരിച്ചു പോയിട്ടുണ്ട്. എല്ലാരും പറഞ്ഞ പോലെ ചിരിച്ച് വീണ്ടും റീടേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പ്രകൃതി വിരോധി അതൊക്കെ നിങ്ങള് ആ ഒരു സ്ക്രിപ്റ്റിലല്ലാണ്ട് കയ്യിൽ നിന്ന് എടുത്തിട്ട് ഡയലോഗ് ഒക്കെ പറയില്ലേ? കൊറേയൊക്കെ കയ്യിൽ നിന്നുണ്ട്. അതിൽ ഞാൻ ഞെട്ടിപ്പോ ഒരു സാധനം, നമ്മൾ ഷാപ്പിൽ ഇരുന്നിട്ട് കള്ളു കുടിച്ചിട്ടൊരു ഡയലോഗ് സീക്വൻസാണ്. അപ്പൊ അതില് പുള്ളി എന്തോ ചാടി ഞങ്ങളായിട്ട് അടിച്ചു പോയിക്ക് ഫ്രണ്ടിൽ ഇരുന്ന് കുപ്പി താഴെ വീണ് പൊട്ടി
ഞങ്ങൾ ഓർത്ത വീടിന്റെ റീടേക്ക് പോകേണ്ടി വരും. ആ ഒരു കുപ്പി പൊട്ടിയിട്ടുണ്ട്, ഇതിന്റെ കാശ് പിന്നെ തരാൻ കേട്ടോ സ്പോട്ടില്. അതൊക്കെ എനിക്ക് തോന്നുന്ന സ്റ്റേജ് എക്സ്പീരിയൻസിന്റെ ഒക്കെ ഒരു ഇതായിരിക്കാം. അതൊക്കെ ഞെട്ടിപ്പോയിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ആ സിനിമയുടെ മറ്റൊരു പെക്യുലാരിറ്റി ആണ് ഹീറോ അല്ലാതെ തന്നെ ഇൻക്ലൂഡിങ് ഹീറോ ക്യാരക്ടർ റോൾസിന് വരെ ഇവിടെ ഫാൻസ് വന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരിയാണ്, ഫാൻസും വന്നു. ചേട്ടനും ഉണ്ട്, നമ്മുടെ സർബത്ത് ഷമീർ, അറക്കൽ അബു, ഇത്ര പ്രേക്ഷക സ്വീകാര്യതയൊക്കെ കിട്ടിയപ്പോ ഈ ഒരു ചെറിയൊരു വേഷം ചെയ്യാനായിട്ടായിരിക്കും മേ ബി മിഥുൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടാവും. അവിടെ സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിട്ടൊരു സംഭവം ഉണ്ട്. ഇത് ശരിക്കും ഷോർട്ട് ഫിലിം ആയിരുന്നു. ഇതിപ്പോ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, മിഥുൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ഫിലിം ആയിരുന്നു. ഞങ്ങള് ഓം ശാന്തി വശാന ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ ഞാൻ ഈ ആഡ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഇത് ഷോർട്ട് ഫിലിം ആയിട്ട് പ്ലാൻ ചെയ്യാം. അതിലൊരു ക്യാരക്ടർ ഉണ്ട്, ലോലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ചെറിയൊരു പരിപാടി ചെയ്യാം, ഞാൻ റെഡിയാ എന്ന് പറഞ്ഞു. അത് പിന്നെ അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഈ സംഭവം ഫ്രൈഡേയിലേക്ക് ചെന്നു, വലിയ സിനിമയായി. അങ്ങനെ ആ ഒരു ക്യാരക്ടർ വലുതായി. അങ്ങനെയാണ് ഞാൻ ലോലനാണത്. പക്ഷെ എന്നാലും ചേട്ടൻ അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നില്ല ലോലൻ ഇത്ര വലിയ ഹിറ്റ് ആകും എന്നുള്ളത്? ഇല്ല, ഷൂട്ട് ചെയ്യുമ്പോ പ്രതീക്ഷിച്ചിട്ടില്ല. യാഡ്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അതായത് സിനിമയില് ഹീറോ ഉണ്ടെങ്കിൽ കൂടി ചേട്ടനൊരു സിഗ്നേച്ചർ സാധനം അവിടെ ഇങ്ങനെ ലീവ് ചെയ്തിട്ടാണ് പോവാറുള്ളത്. യാഡ്ലി അതേപോലെ ഒരു സംഭവമായിരുന്നില്ലേ? വാട്ട് ഈസ് ദ സീക്രട്ട് ചേട്ടാ? യാഡ്ലി പറഞ്ഞ പോലെ നിവിന്റെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ മൂത്താളിലെ അതിന്റെ അന്ന് നൈറ്റ് ജൂഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എടാ പടം ചെയ്യാനുണ്ട്, അപ്പം നീ 6 പാക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് റോളുണ്ട്, അത് 6 പാക്ക് മസ്റ്റ്, അതില്ലാണ്ട് അങ്ങോട്ട് വന്നേക്കരുത് തോന്നുന്നു. അതിനോട്ട് പോയി ജിമ്മിൽ കയറി അടിച്ച 6 പാക്ക് ഒക്കെ ആയി. അങ്ങനെയാണ് യാഡ്ലി സെറ്റാവുന്നത്. അത് ആ സമയത്ത് ഇപ്പോഴും ഫാൻസ് ഉണ്ട് യാഡ്ലിക്ക്. ചേട്ടൻ എങ്ങനെയായിരുന്നു ലൈക് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോ ചേട്ടൻ ഒരു യാഡ്ലി ആയിരുന്നു? ഐ മീൻ ദിസ് ലുക്സ് ആൻഡ് എവരിതിങ്. എന്നാലും ഫാൻസ് ഒക്കെ ഉണ്ടാവും. ചേട്ടൻ മാരീഡ് ആണെന്ന് ഈ വെരി റീസെന്റ് ആട്ടോ. 7 കൊല്ലം കഴിഞ്ഞു. ഓ, ആൾക്കാര് ചോദിക്കാറില്ലേ കല്യാണം കഴിഞ്ഞതാണോ ഗേൾസ് ഫാൻസ് ഒക്കെ? പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മള് ഇടുമല്ലോ, സ്റ്റാറ്റസ് ഒക്കെ ഇടുമല്ലോ, മാരീഡ്, കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ള രീതിയിലല്ലേ? കൊള്ളാം, അടിപൊളി. ഇനിയിപ്പോ എന്തായാലും ആട് 3 വരാൻ പോവുകയാണ്. ലോലനെയും കൂട്ടരെയൊക്കെ കാണാനായിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതാട്ടോ. അത് ഒരു സീരീസ് മാതിരി ഇങ്ങനെ വരുന്നു. 3 എന്തായാലും ഹിറ്റ് ആവും എന്ന് മിഥുൻ മാനുവൽ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് പെടുകയാണ്. അതെ, ഇപ്രാവശ്യം ഞങ്ങൾ ഷാജി പാപ്പന് ഒരു പെണ്ണിനെ നിങ്ങൾ സെറ്റാക്കി കൊടുക്കണം ദയവ് ചെയ്ത്. എനിക്ക് തോന്നുന്നു പെണ്ണില്ലാത്തായിരിക്കും നല്ലത് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു പുള്ളി ഫാമിലി മാൻ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൽബം നടക്കില്ല. ഈ ഡിറക്റ്റഡ് ബൈ ഒരു വഴിപോക്കൻ, 2 വാക്ക് പ്ലീസ്. എന്താ ചേട്ടാ അതങ്ങനെ? അത് പല കാരണം, അത് പുള്ളിയോട് തന്നെ ചോദിക്കണം എന്താണ് അതിനുള്ളിലെ ചെയ്തോ. ഇത് ഞാൻ പടം ഇറങ്ങുമ്പോഴൊന്നും അല്ല, ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും പുള്ളി ഇത് പറഞ്ഞിട്ടില്ല. ഇതിന്റെ പ്രൊമോഷൻ സമയത്താണ് ഞാനും ഇങ്ങനൊരു പേര് കാണുന്നത്. അപ്പം നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞത് പടം ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും പുള്ളിയെ അന്വേഷിച്ച് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. പടം ഇറങ്ങിയിട്ട് വേണം എനിക്കും പുള്ളി ഒന്ന് കാണാൻ. ഓക്കെ ചേട്ടാ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി വരാനിരിക്കുന്ന എല്ലാ സിനിമകൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്, എസ്പെഷ്യലി ഫോർ ദിസ് ഫിലിം. ഭയങ്കര എന്താ പറയാ, ഇത്ര ഇൻട്രോവേർട്ട് ആയ ചേട്ടനെ കൊണ്ട് ഞാൻ ഇവിടെ കഷ്ടപ്പെടുത്തി വെളിയിലിട്ടു. എന്നാലും കുറച്ച് കുറച്ചുകൂടെ കഥ നമുക്ക് കേൾക്കാമായിരുന്നു. എന്തായാലും ഇറ്റ് വാസ് റിയലി ഫൺ ടോക്കിംഗ് ടു യു. അടുത്തവണ നമ്മൾ കാണുമ്പോൾ ഈ വൈബിന്ന് വേണം നമ്മൾ ഇനി തുടങ്ങാനായിട്ട്. എനിക്ക് മറ്റേ ഐസ് ബ്രേക്കിങ്ങിന് സമയം കളയാൻ പറ്റത്തില്ല. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓർമ്മ ചിത്രം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെരി ഗോർജിയസ് മാനസ രാധാകൃഷ്ണനാണ്. ഹലോ മാനസ, വെൽക്കം ടു സെല്ലുലോയിഡ്. കുറച്ച് നാളായി നമ്മളിപ്പോ ഒരു നായികാ വേഷത്തിലൊക്കെ കണ്ടിട്ട്, ആൻഡ് ഇറ്റ്സ് ലവ്ലി ടു ഹാവ് യു ബാക്ക്. ആദ്യം തന്നെ ആ ഒരു ഫീലിംഗ് ചോദിച്ചിട്ട് നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ
കുറച്ച് അവേ ആയിരുന്നു. അപ്പോൾ തിരിച്ചിപ്പോൾ ഓർമ്മചിത്രം എന്നുള്ളൊരു മൂവിക്ക് വേണ്ടി ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 2023 എന്ന് പറയുന്ന ആ ഒരു ഇയർ 21 ഗ്രാംസ് കഴിഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ചെറുതായിട്ടൊന്ന് ആബ്സെന്റ് ആയതുപോലെയായിരുന്നു മാനസേന തോന്നിയത്. അന്യഭാഷാ ചിത്രങ്ങളിൽ ആള് ബിസി ആയിരുന്നു. എന്തായിരുന്നു എക്സാക്ട്ലി സംഭവം? അങ്ങനെയല്ല, എനിക്ക് വന്നത് ഇപ്പോൾ ഞാൻ അന്ന് ആ 2 ടൈമിൽ എന്ന് വെച്ചാൽ ഈ 21 കഴിഞ്ഞിട്ട് ചെയ്തതെല്ലാം 2 മൂവീസ് തെലുങ്കിലായിരുന്നു. ഒരു മൂവിക്ക് 2 പാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സ് ഇങ്ങനെ കുറേ സ്ട്രെച്ചായി പോവും. അപ്പോൾ എനിക്ക് ഇടയിൽ വന്നിട്ട് കമ്മിറ്റ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഫ്രീ അല്ല എന്നല്ല, ഞാൻ ഇരിക്കുന്ന സമയം ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, പക്ഷെ വരുന്നത് ഷൂട്ടുള്ള സമയത്തായിരിക്കും. അപ്പം അങ്ങനെ വന്നൊരു ഗ്യാപ്പാണ്. എങ്കിലും ഇറ്റ്സ് ഗുഡ് ടു ഹാവ് യു ബാക്ക്. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇപ്പോൾ കുറേ മലയാള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്ന സിനിമകളെല്ലാം വമ്പൻ ഹിറ്റാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഇപ്പോൾ ഓർമ്മചിത്രം വരുന്നത്. സോ വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ്? എന്താ, നമ്മൾ എല്ലാ പടം ചെയ്യുമ്പോഴും സൂപ്പർ ഹിറ്റ് ആവും എന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ എന്താ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് അധികം വിചാരിച്ച് ടെൻഷൻ അടിക്കാതെ ചെയ്യുന്ന സമയം നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. പിന്നെ ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ആയാലും അങ്ങനത്തെ ഓരോ സ്റ്റെപ്പുകൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി എന്റർടൈനർ ആണ് ഓർമ്മചിത്രം. തീർച്ചയായിട്ടും ഇതിലെ റോളിനെ പറ്റിയിട്ട് കൂടി നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോ ഓർമ്മചിത്രത്തിൽ മാനസ ആരായിട്ടായിരിക്കും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്? എൻ്റെ ക്യാരക്ടറുടെ പേര് പാർവതി എന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ് ആക്ച്വലി. ആ പേര് ആക്ച്വലി ശരിക്കും ഭയങ്കര നന്നായി ചേരുന്നുണ്ട് കേട്ടോ. പിന്നെ വിളിക്കാനും നല്ല സുഖമുള്ളൊരു പേരാണല്ലോ പാർവതി എന്നൊക്കെ പറയും. അപ്പോൾ മൊത്തം ബേസ് ചെയ്തിരിക്കുന്ന ഒരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു സ്റ്റോറി, അവിടെ ഒരാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറേ ഇവൻറ്റ്സ്. അപ്പോൾ ഇപ്പോൾ ഹരികൃഷ്ണൻ ചേട്ടൻ്റെ പേരായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാനസ എന്ന് പറയുന്ന പേര് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ വേറെ ആർക്കും ആ ഒരു പേരില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആയിരിക്കും. സോ ഡു യു ലൈക്ക് ദാറ്റ് നെയിം? ഐ ലൈക്ക് മൈ നെയിം. ഞാൻ അങ്ങനെ എൻ്റെ പേര് മാറ്റുന്ന കാര്യമൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ വേറെ പേരുകൾ എനിക്കിഷ്ടമാണ്. ആൻഡ് എനിക്ക് ഫോർച്ചുനേറ്റ്ലി വേറെ പേരിൽ ഇടയ്ക്ക് ജീവിക്കാനുള്ള ഭാഗ്യം ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഴുന്നു സിനിമയിലൂടെ. അതെ. സോ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഒരുപാട് ഹീറോസിന്റെ അനിയത്തിയായിട്ടും ക്യാരക്ടർ റോൾസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം രാജുവേട്ടൻ, ഇന്ദ്രേട്ടൻ, ദിലീപ് ഏട്ടൻ്റെ ഒക്കെ ഒപ്പം അഭിനയിക്കുന്നത്. ഇപ്പൊ റീസൺ 1 ഇറങ്ങി 21 ഗ്രാംസിൽ അനൂപേൻ്റെ ഒപ്പം വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് എത്രത്തോളം ഫോർച്ചുനേറ്റ് ആയിട്ടാണ് ആ ഒരു ഫാക്ടർ കാണുന്നത്? അത് ഫോർച്ചുനേറ്റ് ആണെന്ന് നമുക്ക് കഴിയുമ്പോഴാണ് തോന്നുന്നത്. കാരണം ആ സമയം നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ, ഇവരുമായിട്ടല്ല നമ്മൾ അഭിനയിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആണ്. എന്താ, നമ്മൾ ലൈഫിൽ ഓരോന്നും നടന്നതിനെ പറ്റി ഭയങ്കര വിചാരിച്ച് നമ്മൾ റീവൈൻഡ് ചെയ്ത് ഓർക്കുന്ന ചില സാധനങ്ങളിലുള്ളത്. അതൊക്കെ ഇപ്പൊ ടിയാനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലേ അതില് രാജുവേട്ടനും ഇന്ദ്രേട്ടനും കൂടെ ഇന്ന് അതേപോലെ ഒരു സിനിമ വന്ന എത്ര വലിയ സെലിബ്രേഷൻ ആയിരിക്കും അങ്ങനെ ഒരു പടം. അപ്പം ആ സമയത്ത് മേ ബി അത് ചെയ്യുമ്പം കുട്ടിയെ കാണാൻ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ ആ ഒരു ക്യാരക്ടറിന്റെ സീരിയസ്നെസ് ഒക്കെ ഉൾക്കൊണ്ടിട്ടായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോർച്ചുനേറ്റ്ലി ഓൺ സെറ്റ് മുരളിയേട്ടനും ഉണ്ടായിരുന്നു, ഹു വാസ് ഓൾസോ ദ റൈറ്റർ. അപ്പം മുരളിയേട്ടൻ്റെ ഇൻപുട്സും എനിക്ക് കിട്ടി ആ സീനിൽ, അപ്പാർട്ട് ഫ്രം കൃഷ്ണകുമാർ ഏട്ടൻ ഹു വാസ് ദ ഡയറക്ടർ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യവും കൂടെ എനിക്ക് കിട്ടി. അപ്പം കുറച്ചും കൂടെ ഇൻഡെപ്ത് ആ സീൻ എന്താണെന്ന് മനസ്സിലാക്കാനും എന്തായിരിക്കും ആ ക്യാരക്ടറുടെ മനസ്സിൽ കൂടെ ആ സമയത്ത് പോകുന്നതെന്നൊക്കെ അറിയാൻ അങ്ങനെയും കൂടെ കിട്ടി എനിക്ക് ആ സമയത്ത്. അപ്പം മേ ബി ഇത്രയും ഒരു ഇൻപുട്ട് കിട്ടിയത് കൊണ്ടും പിന്നെ ഓഫ് കോഴ്സ് യുവർ ടാലന്റ് അതുകൊണ്ടായിരിക്കും സ്ക്രീനിൽ ആ പേടിക്കണ ഇതൊക്കെ കാണുമ്പോഴേ ശരിക്കും നമുക്കത് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ തട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നേരത്തെ മുരളിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ശരിക്കും അതൊരു ഭയങ്കര ഒരു മെസ്മറൈസിങ് പ്രോജക്റ്റ് ആയിരിക്കും കരിയറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ. കാരണം മുരളി, ഗോപിച്ചേട്ടൻ, രാജുവേട്ടൻ, ഇന്ദ്രേട്ടൻ ഇത്രയും പേരുടെ ഒരു ട്രയോയിലാണ് വന്നിട്ടുള്ളത്. അത് ആൾക്കാർ ഇപ്പോഴും എടുത്ത് പറയുന്ന ഒരു നോട്ടബിൾ വർക്ക് ആണോ? അതെ. എനിക്കൊന്ന് കുറച്ച് നാൾ മുമ്പേ വരെ എല്ലാവരും എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ആ ടിയാനിൽ കണ്ടിട്ടുണ്ട്, അതിൽ ഇഷ്ടപ്പെട്ടു, അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 21 ഗ്രാംസിൽ അഭിനയിച്ചപ്പോൾ അനൂപേൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി എനിക്ക് എൻ്റെ പാർട്ട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒപ്പം എനിക്ക് വേറൊരു കാര്യം അനൂപേട്ടൻ്റെ മൂവി ആണെന്നുള്ളതാണ് 21 ഗ്രാംസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അനൂപേട്ടനായിട്ട്. അപ്പം ദെൻ പ്രൊമോഷനൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഇനി കൂടെ അതുപോലെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്? ആൾക്കാരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഇനിയും എന്തോരം പേര് ബാക്കിയുണ്ട്. അതൊക്കെ എപ്പോഴാ ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാനായിട്ട് ഇരിക്കുകയാണ്. അതായത് പ്രൊമോഷൻ ഇപ്പൊ വന്നിരുന്നപ്പം അമ്മയാണ് ഇത്രയും വലിയൊരു ആക്ട്രസ് ആയിട്ടും
അമ്മയാണ് വന്നിട്ട് എല്ലാം ഇങ്ങനെ ക്യൂറേറ്റ് ചെയ്ത് എല്ലാം ഒക്കെ ഓർഗനൈസ് ചെയ്തൊക്കെ കൊടുക്കുന്നത്. സോ കുഡ് യു പ്ലീസ് ടെൽ us about her? അമ്മയാണോ സെറ്റിലൊക്കെ വരുന്നത്? പോകുന്നിടത്ത് മിക്കവാറും എല്ലായിടത്തും പണ്ടായിരുന്നു എൻ്റെ മമ്മയും അമ്മാമ്മയും ഉണ്ടാവുമായിരുന്നു. അതായത് എനിക്ക് കൂട്ട് എൻ്റെ മമ്മയ്ക്ക് കൂട്ട് അങ്ങനെ. പിന്നെ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ അമ്മാമ്മയ്ക്ക് അത്ര ട്രാവൽ ചെയ്യാൻ സേഫ് അല്ല എന്ന് വെച്ചിട്ടാണ് അമ്മാമ്മ ഒരു ബ്രേക്ക് എടുത്തത്. ഇപ്പൊ ഇതാ ഇൻഡോറിലൊക്കെ മാത്രമേ അമ്മാമ്മ വരാറുള്ളൂ. മമ്മ എന്ന് വെച്ചാൽ മമ്മ ചെറുതിലേ മുതലേ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ചെറുതിലെ അഭിനയിക്കുമ്പം എല്ലാവരും ഇപ്പൊ ടീമിലുള്ളവരായാലും എല്ലാവരും പെട്ടെന്ന് അമ്മയല്ലേ വിളിക്കുക, അമ്മയെ വിളിക്കുക അതിങ്ങനെ ഒരു ഇതായി എപ്പോഴും മമ്മ തന്നെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് അതാ ഇവിടെ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായത്. അങ്ങനെ ഇപ്പൊ നായികയായിട്ടും അമ്മ തന്നെയാണ് വരുന്നത് അല്ലേ? ഓൾറൈറ്റ്. അപ്പം ഓർമ്മ ചിത്രത്തിന്റെ ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? ഡയറക്ടറുടെ പേര് റിവീൽ ചെയ്യാത്തൊരു മൂവിയാണ്. അതെന്താണ് അങ്ങനെ? അത് എല്ലാവരുടെ അടുത്തും എനിക്ക് സെലിബ്രിറ്റീസ് ഇവിടെ വന്നിരിക്കുമ്പോൾ ചോദിക്കണം എന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചെടുത്ത് ഒരു വഴിപോക്കൻ എന്നാണ്, ഡയറക്റ്റഡ് ബൈ ഒരു വഴിപോക്കൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്ടറുടെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഈ നടന്ന ഇൻസിഡൻസ് എല്ലാം ഒരു വഴിപോക്കൻ കാണുമ്പോൾ ഉള്ളൊരു ഇന്റർപ്രിട്ടേഷൻ എന്തായിരിക്കും പുള്ളിയുടെ എന്ന് വെച്ചാൽ ഒരു തേർഡ് പേഴ്സൺ നിന്ന് കാണുന്ന പോലെയാണ് ഈ സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഒരു നെയിം അവിടെ വെക്കാൻ കാരണം. അപ്പം ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നപ്പോ ഇപ്പം നമ്മൾ അതെന്താ അങ്ങനെ നമുക്കൊരു തോട്ട് ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ ഓഡിയൻസ് എന്ന രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട് ഇതെന്താ ഡയറക്ടർ പേര് വെക്കാത്തെന്നുള്ള രീതിയിൽ. അപ്പൊ ഒരു പ്രോജക്റ്റ് കരിയറിലേക്ക് വരികയാണ്, അതും നായികയായിട്ട്. സോ യു വുഡ് ഹാവ് ഗിവൻ എ തോട്ട് ഫോർ ഷുവർ. എന്തായിരുന്നു അപ്പൊ ആ ഒരു ആലോചനകൾ? ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് എന്താ ചേട്ടന് പേര് വെക്കാൻ മടി? സാധാരണ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ നമ്മുടെ വർക്കിൽ നമ്മുടെ പേര് വരണം എന്നല്ലേ വിചാരിക്കുള്ളൂ. എന്താ അങ്ങനെ? അപ്പോൾ അപ്പോഴാണ് എന്നോട് ഈ കാര്യം പറയുന്നത്. അതങ്ങനെ പോവേണ്ടത് ഒരു തേർഡ് പേഴ്സൺ വ്യൂ എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് റിവീൽ ചെയ്യുക. അപ്പോൾ ആ ജസ്റ്റിഫിക്കേഷൻ എനിക്ക് കുറച്ച് റീസണബിൾ ആയിട്ട് തോന്നി, അതൊരു ചേഞ്ച് ഉള്ളതായിട്ട് തോന്നി അല്ലേ? ഓൾറൈറ്റ്. അപ്പം എന്തായാലും ഒരു പാൻ ഇന്ത്യൻ ആക്ട്രസ് ആയി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മാനസ. താങ്ക് യു. സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Celluloid. See you.